മിസ്സിന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അങ്ങനെ നമ്മളിത് ഒരു പുതിയ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഓണം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. യെസ്, ഗുഡ് ഈവനിങ്. എല്ലാവരും എത്തിയോ? ആഹാ, ഐശ്വര്യ, യെസ്, അലീഷ, രണ്ടുപേരും ഇങ്ങനെ കട്ടയ്ക്ക് വെയിറ്റിംഗ് ആയിരുന്നല്ലോ. വൈഗ, യെസ്, ഗുഡ് ഈവനിങ്. ഷഹാന, യെസ്. ഹിദ എന്നാണോ പേര്? ഓക്കെ. അപ്പൊ മിസ്സിന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി ചാപ്റ്റർ പഠിക്കും. ഓക്കെ, ഒരു നല്ല അല്ലേ മിസ് എപ്പോഴും ഈ ഒരു വീഡിയോന്റെ ഷോർട്സ് ഇട്ടപ്പോൾ മിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് പല ആൾക്കാരോട് പല മൊമെന്റിൽ നമ്മുടെ പല സ്റ്റേജസിൽ നമുക്ക് പല ആൾക്കാരോട് നമ്മളിങ്ങനെ നന്ദിയോടുകൂടി നമ്മൾ ആലോചിക്കും അല്ലേ. അപ്പൊ അതിൽ ഞാൻ കുറേ കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറേ പേരുടെ കമന്റ്സിൽ അതിനകത്ത് അമ്മ എന്ന് പറയുന്നല്ലേ, മദർ എന്ന് പറഞ്ഞൊരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഓക്കെ, അപ്പം നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ ഇത്രയായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ അമ്മേനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും, നിങ്ങൾ അച്ഛനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. നമ്മളെ ഇത്രയും വരെ നമ്മളെ വളർത്തിയെടുത്ത് അവരെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ നിങ്ങൾ ആലോചിക്കും. ആൻഡ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെയും കുറേ ആൾക്കാരൊക്കെ നമ്മളെ സഹായിക്കുന്നവർ, നമ്മുടെ കൂടെ നമ്മളെ സഹായിച്ച ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതുപോലെ ആലോചിക്കുന്നുണ്ടാവും. ഇനി എൻ്റെ കുട്ടികളെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ പല ആൾക്കാരെയും ചിന്തിക്കുന്നില്ലേ. ഓക്കെ, അതേപോലെ നിങ്ങളെക്കുറിച്ച് മറ്റൊരാൾ എപ്പോഴായിരിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ആലോചിക്കാം? എപ്പോഴായിരിക്കും ആലോചിക്കാം? യെസ്, റസിയ, ഗുഡ് ഈവനിങ്. എപ്പോഴായിരിക്കും ആലോചിക്കാം? നിങ്ങളെക്കുറിച്ച് ഒരാൾ നന്ദിയോട് കൂടിയിട്ട് ആലോചിക്കുന്നത് എപ്പോഴായിരിക്കും അല്ലെ? നമ്മൾ അവർക്ക് എന്തെങ്കിലും അവരുടെ ലൈഫിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മളൊരു ഉപകാരം ചെയ്യുമ്പോഴായിരിക്കും അവർ നമ്മളെ ആലോചിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. അതായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ നേടി എന്ന് പറഞ്ഞാലും അതിനേക്കാൾ ഒക്കെ മുകളിൽ നമ്മളെക്കുറിച്ച് ഒരാൾ അവരൊരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ അവർക്ക് എന്തോ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. യെസ്, അതെ, നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആലോചിക്കും. റെഡി? അപ്പം നമ്മൾ ഒരിക്കലും വേറെ രീതിയിൽ ആലോചിക്കല്ലേ, നമ്മൾ അവരെ ഉപദ്രവിച്ചാലും അവർ ആലോചിക്കും. പക്ഷേ അങ്ങനെ ആലോചിക്കുന്നതുകൊണ്ടൊരു കാര്യമില്ല. അപ്പം നമ്മളെപ്പോഴും എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ അതേപോലത്തെ ഒരു സ്റ്റോറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ആക്ച്വലി ഇതൊരു സ്റ്റോറി അല്ല, ഇതെന്താണ്, ഒരു സ്പീച്ചാണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ? റെഡിയാണോ? റെഡി. എപ്പോൾ ക്ലാസ് തീരുമെന്ന് പറയാലോ. ഒരു 1 ഹവറിനുള്ളിൽ എന്തായാലും തീരും. 1 ഹവറിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ചാപ്റ്റർ തീർത്തിരിക്കും. അപ്പം നമ്മൾ നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ആരാണ് പറയുന്നത്? നമ്മുടെ സെൽമ ലാഗർലോഫ് എന്ന് പറയുന്ന ഒരു വിമന്റെ സ്പീച്ചാണ്. അവരാണ് ലിറ്ററേച്ചറിൽ ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് വാങ്ങിച്ച ആൾ. അപ്പം അങ്ങനെ നൊബേൽ പ്രൈസ് കിട്ടിയ സമയത്ത് അവർ അവിടെ നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ് നമ്മളിപ്പോൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇത് നമ്മുടെ കഴിഞ്ഞ ചാപ്റ്റർ അല്ലേ. ഇൻ ഹാഫ് എ ഡേ വി ഹാവ് ഗോൺ ത്രൂ ദ നെറേറ്റീവ് ഓഫ് മാൻസ് വോയേജ് ഇൻ ടൈം അല്ലെ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്താ ഒരു കുറച്ച് സമയം കൊണ്ട് ഒരാളുടെ കംപ്ലീറ്റ് ലൈഫാണ് നമ്മൾ കണ്ടത്. Mahfouz account of the timeless journey of human experiences followed by a moving speech by Selma Lagerlof. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ്, ഒരു സ്പീച്ചാണ്. അപ്പോൾ ഈ ചാപ്റ്റർ എന്താണ്, നമുക്കൊരു സ്പീച്ചാണ് നോക്കാനുള്ളത്. സെൽമ ലാഗർലോഫ് ആരാണ്? ദ നൊബേൽ പ്രൈസ് ലോറിയേറ്റ് who envisions a significant moment in time with her departed father. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നൊബേൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന സമയത്ത് അവരുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അവർ ആലോചിക്കുകയാണ്, എൻ്റെ അച്ഛൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഹെർ സ്പീച്ച് റിവീൽസ് ദ പെരിനിയൽ നേച്ചർ ഓഫ് മെമ്മറി ആൻഡ് ദ എറ്റേണൽ വാല്യൂ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ എ ഡ്രീം ലൈക്ക് സിനാരിയോ. അപ്പോൾ അച്ഛൻ മരിച്ചുപോയി, അച്ഛനിപ്പോൾ ഇല്ല, പക്ഷെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, എന്തൊക്കെയായിരിക്കും അച്ഛൻ എന്നോട് പറയുക, ഞാൻ അച്ഛനോട് എന്തൊക്കെയായിരിക്കും പറയാം, അതൊക്കെ ഒരു സ്വപ്നമാണല്ലോ, ഒരിക്കലും നടക്കില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ വേണ്ടി പോകുന്നത്. സോ ഓത്തറിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നോക്കിക്കേ മക്കളെ. സെൽമ ലാഗർലോഫ്, ദ റെനോൾഡ് സ്വെഡിഷ് ഓത്തർ, വാസ് ബോൺ ഓൺ 20th November in 1858. She received a private education which was unusual for girls of her time. അപ്പം സാധാരണയൊക്കെ നമ്മൾ എന്താണ്, പബ്ലിക് എഡ്യൂക്കേഷൻ ആണ് നമുക്കല്ലേ, നമ്മളെല്ലാവരും പുറത്ത് പോയിട്ട് എല്ലാവരും കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് പഠിക്കുക. പക്ഷെ ഇവർക്ക് എന്താണ്, പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ആണെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടി മാത്രം ഒരാൾ ക്ലാസ് എടുക്കാനുണ്ടാവുക. അങ്ങനെ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ആയിരുന്നു. അത് ഇന്നത്തെ കാലത്ത് ഭയങ്കര കോമൺ ആണ്, പക്ഷെ ഇവരുടെ കാലത്ത് അത് അത്ര കോമൺ ആയിരുന്നില്ല. ഓക്കെ,
Then later she studied at the Royal Advanced Female Teachers Seminary in Stockholm from 1882 to 1885. പിന്നെ അവർ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ടീച്ചർ ആവാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. She taught at a Swedish high school for girls in Landskrona, Sweden. അവിടെ ഒരു ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. She was the first woman, ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. She was the first woman to win Nobel Prize in Literature. ലിറ്ററേച്ചറിൽ ആദ്യമായിട്ട് ഇത് പ്രൊഫൈല് ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു പ്രൊഫൈല് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതിൽ നമുക്ക് എന്താ ആരുടേത് വേണമെങ്കിലും ചോദിക്കാം. ഇവരുടെ തന്നെ ഇനി ചോദിക്കാൻ ചാൻസ് കുറവാണ്. വേറെ ആരുടെയെങ്കിലും തന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ എഴുതാനാണ് പറയുക. അപ്പോൾ പ്രൊഫൈൽ എഴുതാൻ പറയുന്ന സമയത്ത് ജനിച്ച കാര്യം പറയണം. അപ്പോൾ ആദ്യം ജനിച്ചു കഴിഞ്ഞാലല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അവരുടെ എഡ്യൂക്കേഷൻ എന്താണ്, അവരെന്ത് ജോലിയാണ് ചെയ്തത്, അവർക്ക് എന്തൊക്കെയാണ് അവാർഡുകളോ എന്തെങ്കിലും ബഹുമതികളോ അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ലാസ്റ്റ് അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അത്രയേ ഉള്ളൂ. ഇവരുടെ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല, വേറെ ആരുടേതെങ്കിലും ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്രൊഫൈൽ എഴുതാൻ പറഞ്ഞാൽ ആക്ച്വലി വളരെ സിമ്പിളാ, കാരണം അതിനകത്തുള്ള എല്ലാ ഹിൻസും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, then which was awarded to her in 1909. She was also the first women. ഇത് നോട്ട് ചെയ്യണേ, എന്താണ് ഇവരാണ് ആദ്യത്തെ വിമൻ എവിടെ സ്വെഡിഷ് അക്കാദമിയിൽ മെമ്പർഷിപ്പ് നേടിയിട്ടുള്ള ഫസ്റ്റ് വിമൻ ആണ് ഇവർ. Two of her notable works എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് ഗോസ്റ്റ ബെർലിംഗ് ആൻഡ് ദ ഇൻവിസിബിൾ ലിങ്ക്സ്. ഇതാ രണ്ടുമാണ് അവരുടെ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ്. ആൻഡ് 1940 അവർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മിസ് നോട്ട് ചെയ്യാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓത്തറിനെ കുറിച്ച് ആലോചിക്കുമ്പം ഇവരുടെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് മിസ് ഇത് നോട്ട് ചെയ്യാൻ പറഞ്ഞത്, അല്ലാണ്ട് ഇത് അങ്ങനെ തന്നെ പ്രൊഫൈൽ ചോദിക്കില്ല. റെഡി, ഇനി നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാണ്. ഓക്കെ, സോ a few days ago, അപ്പോൾ എൻ്റെ കുട്ടികളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെക്കുക. അപ്പം മിസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് വായിച്ചു പോകാൻ പറ്റും കേട്ടോ. A few days ago, I was sitting in the train. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എന്താണ്, ഞാൻ ഒരു ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. Bound for Stockholm. ബൗണ്ട് ഫോർ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കോ പോകുന്നതിനെയാണ് നമ്മൾ ബൗണ്ട് ഫോർ എന്ന് പറയാം. മിസ് ഇവിടെ മീനിങ് കൊടുത്തിട്ടുണ്ട്, ഗോയിങ് ടുവേർഡ്സ്. അപ്പോൾ ബൗണ്ട് ഫോർ സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്ഹോമിലേക്ക് പോവുകയാണ്. ഇറ്റ് വാസ് ഏർലി ഈവനിങ്. ആ സമയം എന്തായിരുന്നു, ഒരു വൈകുന്നേരമായിരുന്നു. ഒരു വൈകുന്നേരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ദർ വാസ് ലിറ്റിൽ ലൈറ്റ് ഇൻ മൈ കമ്പാർട്ട്മെന്റ് ആൻഡ് നൺ അറ്റ് ഓൾ ഔട്ട്സൈഡ്. അപ്പോൾ ഒരു വൈകുന്നേര സമയമാണ്. ആ സമയത്ത് എന്താണ്, എൻ്റെ കമ്പാർട്ട്മെന്റിൽ, ട്രെയിനിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ എൻ്റെ കമ്പാർട്ട്മെന്റിൽ ഒട്ടും ലൈറ്റ് വളരെ കുറവായിരുന്നു. ഓക്കെ, എന്താ പറയണത്, ദർ വാസ് ലിറ്റിൽ ലൈറ്റ്, കുറച്ച് ലൈറ്റ് എൻ്റെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുറത്ത് ഒട്ടും ലൈറ്റ് ഉണ്ടായിരുന്നില്ല. നൺ അറ്റ് ഓൾ ഔട്ട്സൈഡ്, പുറത്ത് തീരെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, എൻ്റെ കമ്പാർട്ട്മെന്റിൽ കുറച്ച് ലൈറ്റ് ഉണ്ട്. ദെൻ മൈ ഫെലോ പാസഞ്ചേഴ്സ് വേർ ഡോസിങ്. ഡോസിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയതായിട്ട് മയങ്ങുമ്പോൾ നമ്മളിങ്ങനെ തല ഇങ്ങനെ 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 ആക്കില്ലേ, അതിനെയാണ് ഡോസിങ് എന്ന് പറയാം കേട്ടോ. നമ്മൾ ചെറുതായിട്ട് ഉറങ്ങുന്നതിനെയാണ് ഡോസിങ് എന്ന് പറയാം. അപ്പം നമ്മളിങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങില്ലേ, അതാണ് ഡോസിങ്. ദെൻ ആൻഡ് ഐ വാസ് വെരി ക്വയറ്റ്. അപ്പോൾ ഒരു ചെറിയ മയക്കം, നമ്മൾ ഉച്ചമയക്കം എന്നൊക്കെ പറയില്ല, അതേപോലെ എൻ്റെ കൂടെയുള്ളവരെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ വളരെ നിശബ്ദയായിട്ട് ഇരിക്കുകയായിരുന്നു. ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. റാറ്റ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റാപ്പിഡ് ആയിട്ടുള്ള സീരീസ് ഓഫ് സൗണ്ട് ആണ്. എന്ന് വെച്ചാൽ ട്രെയിൻ പോകുമ്പോൾ എന്താ, നമ്മൾ കുഞ്ഞു കുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ കളിക്കില്ലേ, ചുക്ക് 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 ചുക്ക്, അതെന്താണ്, റിപ്പീറ്റിംഗ് ആണല്ലേ, ആ സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റിംഗ് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് ട്രെയിനിൻ്റെ ആ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ്. ആൻഡ് ദെൻ ഐ ബിഗാൻ ടു തിങ്ക് ഓഫ് ഓൾ അതർ ടൈംസ് ഐ ഹാഡ് കം അപ്പ് ടു സ്റ്റോക്ക്ഹോം. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ട് നമ്മുടെ ഓത്തർ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇതിനു മുൻപ് സ്റ്റോക്ക്ഹോമിലേക്ക് വന്ന ആ അവസരങ്ങളൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദെൻ ഐ ബിഗാൻ ടു തിങ്ക്, ഞാൻ ചിന്തിക്കാൻ ആരംഭിച്ചു, ഓഫ് ഓൾ അതർ ടൈംസ്, മറ്റ് അവസരങ്ങൾ, ഞാൻ സ്റ്റോക്ക്ഹോമിലേക്ക് വന്ന മറ്റ് സിറ്റുവേഷൻസ് ഞാൻ ആലോചിക്കുകയാണ്. ഐ ഹാഡ് യൂഷ്വലി ബീൻ ടു ഡു സംതിങ് ഡിഫിക്കൾട്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ സ്റ്റോക്ക്ഹോമിലേക്കൊക്കെ വന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ? സച്ച് ആസ് ടു പാസ് എക്സാമിനേഷൻ, അല്ലെ, എക്സാം എഴുതാൻ. അപ്പം നമുക്ക്, നിങ്ങളിപ്പോൾ സ്കൂളിലായതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിലാണ് എക്സാം ഉണ്ടാവുക. നിങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ പല കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുമ്പം ഓരോ സ്ഥലത്തായിരിക്കും നിങ്ങളുടെ എക്സാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്താണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതെന്ന് കരുതാം. നമുക്ക് ഡൽഹിയിലേക്കാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പം നമ്മൾ ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മൾ താജ്മഹൽ അത് ഇതെന്നൊക്കെ ആയിരിക്കും നമ്മൾ കരുതുക. പക്ഷേ എക്സാം എഴുതാൻ പോകുന്ന ആ ജേർണി അത്ര ഒരു എൻജോയബിൾ ആയിരിക്കില്ല, അല്ലേ? അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ഇതിനു മുൻപ് ഞാൻ സ്റ്റോക്ക്ഹോമിലേക്ക് പോയതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ, എക്സാം എഴുതാൻ വേണ്ടി പോയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നൗ, പക്ഷെ ഇപ്പോഴോ
I was coming to receive the prize in literature. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തിനാണ് സ്റ്റോക്ക്ഹോമിലേക്ക് പോകുന്നത്? ഞാൻ ലിറ്ററേച്ചറിനുള്ള, സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് വാങ്ങിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ആൻഡ് ദാറ്റ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൾട്ട്. പക്ഷെ എനിക്ക് ഇപ്പം ചിന്തിക്കുമ്പോൾ തോന്നാണ് അതും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, അതും ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യാണ്. ഇതെൻ്റെ കുട്ടിക്ക് ക്ലിയർ ആണോ? നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അതെനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിട്ട് തോന്നുകയാണെന്ന് പറയാണ് നമ്മളുടെ ഓത്തർ. ഓക്കെ, ഇനി തേർഡ് പാരഗ്രാഫിൽ എന്താ പറയണത് നോക്കിക്കേ. ഡീപ്പ് വിത്തിൻ മീ, എൻ്റെ ഉള്ളിൽ however was a wondrous joy at receiving this prize. അപ്പം ഇതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, എന്താ പറയുന്നത്? was a wondrous joy at receiving this prize. എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ട്. I tried to dispel my anxiety by thinking of those who would rejoice at my good fortune. എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും വലിയൊരു പ്രൈസ് നമ്മൾ വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ഉള്ളിൽ എന്താണ്, നമുക്കൊരു ആങ്സൈറ്റിയും ഒരു ടെൻഷനും ഒരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ ആങ്സൈറ്റി ഒക്കെ ഞാൻ എന്ത് ചെയ്യാണ്? അകറ്റാണ്. ഡിസ്പെൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ഞാൻ അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി. എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്? ആരെക്കുറിച്ച് ചിന്തിച്ചു? എൻ്റെ ഈ നല്ല ഒരു അവസരം അല്ലേ, എനിക്കിപ്പോൾ ഒരു നല്ല കാര്യമല്ലേ സംഭവിച്ചത്? എൻ്റെ ഈ നല്ല കാര്യത്തിൽ എന്നെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ആ സന്തോഷമൊക്കെ ആലോചിച്ചപ്പം എനിക്ക് ആ ആങ്സൈറ്റി ഒക്കെ അങ്ങ് ഒഴിവാക്കാൻ തോന്നി. അതാ പറയുന്നത്, ഐ ട്രൈ ടു ഡിസ്പെൽ മൈ ആങ്സൈറ്റി ബൈ തിങ്കിങ് ഓഫ് ദോസ് who would rejoice. റിജോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര സന്തോഷിക്കുന്ന, at my good fortune. എനിക്ക് വന്നിട്ടുള്ള ഈ നല്ല കാര്യത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ ആങ്സൈറ്റി ഒക്കെ ഒഴിവാക്കി. ആരൊക്കെയാ അത് നോക്കിക്കേ. they were my good friends. എൻ്റെ നല്ലവരായ കൂട്ടുകാരുണ്ട്. ആ നല്ല ആൾക്കാരിൽ എൻ്റെ സഹോദരന്മാരുണ്ട്, എൻ്റെ സഹോദരിമാർ, സിസ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ അമ്മയുണ്ട്. അമ്മയ്ക്ക് എന്താണ്? വയസ്സായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, അമ്മ വീട്ടിലിരിക്കുകയാണ് ചെയ്യുന്നത്. അമ്മ വയസ്സായതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല. സിറ്റിംഗ് ബാക്ക് ഹോം വാസ് ഹാപ്പി ടു ഹാവ് ലിവ് ടു സീ ദിസ് ഡേ. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തിനാ? ഈ ഒരു കാര്യം കാണാൻ ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് അമ്മ ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ ആങ്സൈറ്റി ഒഴിച്ചു മാറ്റി. ഓക്കെ, ബട്ട് ദെൻ I thought of my father. അപ്പോഴാണ് ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചത്. എന്താണ്? thought of my father and felt a deep sorrow. എനിക്ക് ഭയങ്കര ഒരു സങ്കടം വന്നു. that he was no longer alive. അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പാരൻസ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോൾ നമ്മുടെ പാരൻസ് കൂടി ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ഓത്തറിനും സെയിം സങ്കടമാണ്. എന്താണ് പറയുന്നത്? ഞാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരുന്നു, പക്ഷെ എൻ്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. I could not go and tell him that I had been awarded the Nobel Prize. എൻ്റെ അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോയി പറയാൻ പറ്റുന്നില്ല, അച്ഛാ എനിക്ക് നൊബേൽ പ്രൈസ് കിട്ടി എന്ന് അച്ഛനോട് പറയാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല. Okay, I knew that no one would have been happier than he to hear this. എനിക്ക് ഉറപ്പാണ് ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല എൻ്റെ അച്ഛൻ്റെ അത്രയും സന്തോഷിക്കുന്ന, ഈ കാര്യം കേൾക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അത്രയും സന്തോഷിക്കുന്ന വേറെ ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. Yes, it was a deep sorrow to me that I could not tell him. Yes, അതെൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഭയങ്കരമായ സങ്കടമാണ്, എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് ക്ലിയർ ആണോ മക്കളെ? ഇത് ക്ലിയർ ആണോ? തേർഡ് പാരഗ്രാഫ് ക്ലിയർ ആണോ? നമ്മൾ ഫോർത്ത് പാരഗ്രാഫിലേക്കാണ് പോകുന്നത്. All rustle and bustle ceased and the sound of the wheels became soothing, a peaceful melody. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കരമായ ശബ്ദങ്ങൾ പുറത്തും ഒക്കെ ഉണ്ടാവും അല്ലേ. അതാണ് റസൽ ആൻഡ് ബസിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടവും തിക്കും തിരക്കുള്ള ശബ്ദങ്ങളൊക്കെ അവസാനിച്ചു. സീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനിച്ചു. ആ ശബ്ദങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് അവസാനിച്ചു. ഓക്കെ, അവസാനിച്ചു. Then and the sound of the wheels become soothing. Soothing എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്തായി. വീൽസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ആ ഒരു സൗണ്ട് പെട്ടെന്ന് എന്തായി? ഭയങ്കര സ്മൂത്തായി, ഒരു മെലഡി പോലെ എനിക്ക് തോന്നി. Okay, the coaches no longer seem to run on rails and sleepers but to glide into space. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ആ വീൽസിൻ്റെ ഒന്ന് സൗണ്ട് ഒക്കെ എന്താണ്? ഇപ്പോൾ ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് എനിക്ക് തോന്നുകയാണ് ഇത് നമ്മുടെ ട്രാക്കിലൂടെ തന്നെയാണോ പോകുന്നത്. അതായത് റെയിൽസ് ആൻഡ് സ്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് റെയിൽസ്.
ഉണ്ടോ? റെയിൽവേ പാളമാണ് റെയിൽസ്. ഇതാണ് സ്ലിപ്പേഴ്സ്. ഇവിടെയുള്ള കല്ലുകളില്ലേ മക്കളെ, ഇതാണ് സ്ലിപ്പേഴ്സ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ട്രെയിനിന്റെ വീൽസ് ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. എനിക്ക് സംശയം തോന്നുകയാണ്, നമ്മുടെ ഈ ട്രെയിന് ട്രാക്കിലൂടെ തന്നെയാണ് ഓടുന്നത്. എനിക്ക് തോന്നുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ട്രാക്കിന് തെന്നി മാറി ഇത് സ്പേസിലേക്ക് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ആര് പറയണേ? നമ്മുടെ ഓത്തർ പറയുന്നത്. The coaches no longer seem to run on rails and sleepers but to glide into space. അപ്പോൾ ആ സ്മൂത്ത്നെസ് കാരണം ഇത് ട്രാക്കിലൂടെ അല്ല ഓടുന്നത്, സ്പേസിലൂടെയാണ് പറക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് പറയണേ. ഓക്കെ. I sat there, ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു, and thought how much I should like to see my old father again. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ എത്രയധികം ആഗ്രഹമുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. So light and soundless was the movement of the train that I could hardly imagine I was on this earth. അപ്പം നമ്മുടെ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഭൂമിയിൽ തന്നെയാണോ ഉള്ളത് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. So light and soundless, അപ്പം ട്രെയിനിൻ്റെ സൗണ്ട് ഒന്നും ഇപ്പം ഇല്ല. Was the movement of the train that I could hardly, ഞാൻ കഷ്ടപ്പെടുകയാണ്, ഞാൻ ഭൂമിയിൽ തന്നെയാണോ ഉള്ളത് എന്ന് വിശ്വസിക്കാൻ. I could hardly imagine I was on this earth. And so I began to daydream. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഇങ്ങനെ പകൽ സ്വപ്നം കാണാൻ തുടങ്ങി. Just think if I were going to meet father in paradise. അപ്പോൾ ഒന്നാണ് നമ്മുടെ കഥാകാരിക്ക് ഭയങ്കര സങ്കടമുണ്ട് അച്ഛനെ കാണാൻ പറ്റാത്തതിൽ. അപ്പം നമ്മുടെ കഥാകാരി ട്രെയിനിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ പകൽ സ്വപ്നം കാണാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു അടിപൊളിയായിരിക്കും അല്ലേ? I seem to have heard of such thing happening to others. ഞാൻ മറ്റുള്ളവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അവർക്ക് ഇങ്ങനെ സ്വപ്നത്തിലൂടെ അവരുടെ ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് അവർ പോകുന്നതും അവർ ഇമാജിൻ ചെയ്തതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. Why then not to myself? പിന്നെ എന്താ എനിക്ക് സംഭവിച്ചുകൂടാത്തെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സംഭവിക്കാം. മറ്റുള്ളവർക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ ചെയ്യാലോ എന്ന് ചിന്തിക്കുകയാണ്. The train went gliding on, but it had a long way to go yet. അല്ലേ? അപ്പോൾ ട്രെയിൻ ഇങ്ങനെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് മൈ തോട്ട്സ് റേസ്ഡ് ഹെഡ് ഓഫ് ഇറ്റ്. അപ്പോൾ ട്രെയിനിന് ഇനി കുറേ ദൂരം പോകാനുണ്ട് സ്റ്റോക്ക്ഹോമിലേക്ക് എത്താൻ. പക്ഷെ എൻ്റെ ചിന്തകൾ ട്രെയിനിനേക്കാൾ സ്പീഡിലാണ് പോകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് മൈ തോട്ട്സ് റേസ്ഡ് ഹെഡ് ഓഫ് ഇറ്റ്. ട്രെയിനിനേക്കാൾ മുന്നേ എൻ്റെ ചിന്തകൾ പോകുന്നുണ്ട്. ഇത് ക്ലിയർ ആണോ മക്കളെ? ഇത് ക്ലിയർ ആണോ? യെസ്. പാരഡൈസ് എന്ന് പറഞ്ഞാൽ ഹെവൻ, സ്വർഗം എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ കഥാകാരി, നമ്മുടെ ഓഥർ എവിടെ എത്തി? പകൽ സ്വപ്നം കണ്ട് കണ്ട് സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്. ഫാദർ വിൽ സർട്ടൻലി ബി സിറ്റിംഗ് ഇൻ എ റോക്കിംഗ് ചെയർ ഓൺ എ വരാന്ത. അപ്പോൾ റോക്കിംഗ് ചെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മരം കൊണ്ടുള്ള ആടുന്ന കസേര ഇല്ലേ, നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവിയിൽ നമ്മുടെ ഇന്നസെന്റ് തൊട്ടിട്ട് പോകുന്ന ആട്ട് കസേര, അതാണ് റോക്കിംഗ് ചെയർ. അപ്പൊ നമ്മുടെ കഥാകാരി പറയാ, സ്വർഗത്തില് അച്ഛൻ എന്തായാലും ഒരു റോക്കിംഗ് ചെയറിൽ ഇങ്ങനെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഇങ്ങനെ ആടി ആടി ഇരിക്കുന്നുണ്ടാകും. വിത്ത് എ ഗാർഡൻ ഫുൾ ഓഫ് സൺഷൈൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ചുറ്റും എന്തുണ്ടാകും? ഒരു നല്ല പൂന്തോട്ടം ഉണ്ടാകും. അവിടെ ഇങ്ങനെ സൺഷൈൻ, സൂര്യപ്രകാശം വരുന്നുണ്ടാകും. അവിടെ പൂക്കൾ ഉണ്ടാകും, പക്ഷികൾ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ മുന്നിൽ എന്താണ്? ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ ഇങ്ങനെ സൺറൈസ്, നമ്മുടെ സൂര്യന്റെ രശ്മികൾ വരുന്നുണ്ട്. അവിടെ ബേർഡ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, എല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആട്ടുകസേരയിൽ ഇങ്ങനെ ഇരുന്ന് ആടുന്നുണ്ടാകും. ഹി വിൽ ബി റീഡിങ് ഓഫ് കോഴ്സ്. അങ്ങനെ വെറുതെ ഇരുന്ന് ആടുകയല്ല, അദ്ദേഹം എന്തായാലും എന്തായിരിക്കും? ബുക്ക് വായിക്കുകയായിരിക്കും ചെയ്യുന്നത്. But when he sees me, he will put down his book, push his spectacle high upon his forehead and get up and walk towards me. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്ന പറഞ്ഞേ? അപ്പോൾ ഇങ്ങനെ ദേ കണ്ണടയൊക്കെ വെച്ചിട്ടാ, കണ്ണടയൊക്കെ വെച്ച് ഇങ്ങനെ ബുക്ക് വായിക്കുന്ന അദ്ദേഹം എന്നെ കണ്ടാൽ ബുക്ക് മാറ്റി വെച്ച് കണ്ണട ഇങ്ങനെ നെറ്റിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കും, ഫോർഹെഡിലേക്ക് വെക്കും. എൻ്റെ മോൾ തന്നെയാണോ ഇത് എന്നൊക്കെ നോക്കും. ദേ നോക്കിക്കേ, he will be reading. അദ്ദേഹം എന്തായാലും ബുക്ക് വായിക്കുകയായിരിക്കും. പിന്നെയോ, ബട്ട് വെൻ ഹി സീസ് മീ, പക്ഷെ എന്നെ കണ്ടാൽ he will put down his book, ബുക്ക് മാറ്റി വെച്ച് push his spectacle high on up his forehead, അദ്ദേഹത്തിന്റെ ഫോർഹെഡിലേക്ക് ഇങ്ങനെ കണ്ണടയൊക്കെ വെച്ച് എന്ത് ചെയ്യും? എൻ്റെ അടുത്തേക്ക് നടന്നു വരും. he will say, അദ്ദേഹം എന്നിട്ട് എന്താ പറയാ? ഗുഡ് ഡേ മൈ ഡോട്ടർ, അല്ലെ, നിനക്കൊരു നല്ല ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. ഐ ആം വെരി ഗ്ലാഡ് ടു സീ യു, നിന്നെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓർ അല്ലെങ്കിൽ പറയും വൈ യു ആർ ഹിയർ, അല്ല നീ എന്താ ഇവിടെ?
ആൻഡ് ഹൗ ആർ യു മൈ ചൈൽഡ്, നിനക്ക് സുഖമാണോ എന്നൊക്കെ എൻ്റെ അച്ഛൻ ചോദിക്കും. ജസ്റ്റ് ആസ് ഹി ഓൾവേസ് യൂസ് ടു ഡു. അല്ലേ, അദ്ദേഹം എപ്പോഴും എന്നോട് ചോദിക്കുന്നത് പോലെ എന്നോട് ചോദിക്കും, നിനക്കൊരു നല്ല ദിവസം ഉണ്ടാവട്ടെ, നിനക്ക് സുഖമാണോ, നീ എന്താ ഇവിടെ എന്നൊക്കെ എൻ്റെ അച്ഛൻ എന്നോട് ചോദിക്കും എന്ന് നമ്മുടെ ഓഥർ പറയാണ്. ദെൻ ഇതൊക്കെ ചോദിച്ചതിന് ശേഷം എന്ത് ചെയ്യും, നേരെ കസേരയിൽ പോയിട്ട് വീണ്ടും ഇങ്ങനെ ഇരിക്കും. അതിനുശേഷം മാത്രമേ അദ്ദേഹം വീണ്ടും അടുത്ത കാര്യങ്ങൾ സംസാരിക്കുള്ളൂ. He will settle again in his rocking chair and only then begin to wonder why I have come to see him. അപ്പൊ എന്നെ കണ്ട് ഗ്രീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ചെയറിൽ പോയി ഇരിക്കും. അങ്ങനെ ചെയറിൽ പോയി ഇരുന്നതിന് ശേഷമായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത്, അല്ല ഇവളെന്താ ഇപ്പൊ ഇവിടെ വന്നത് എന്ന്. യു ആർ ഷുവർ ദർ ഇസ് നത്തിങ് amiss, അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ സ്കൂളിൽ പോയി, പെട്ടെന്ന് പതിവില്ലാതെ നിങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ വരികയാണ്. അപ്പൊ അച്ഛൻ ചോദിക്കോ, മോളെ പ്രശ്നമൊന്നുമില്ലല്ലോ, നീ എന്താ ഇപ്പൊ വന്നത്, അല്ലേ? സാധാരണ നീ വൈകുന്നേരം അല്ലേ വരുന്നേ, എന്താ ഇപ്പൊ വന്നത് എന്ന് ചോദിക്കാറുണ്ടല്ലേ. അപ്പൊ അതേപോലെ അച്ഛൻ ചോദിക്കുകയാണ്, യു ആർ ഷുവർ ദർ ഇസ് നത്തിങ് amiss. amiss എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ലാത്ത എന്തോ സംഭവം, എന്തോ ശരികേട്. ഓക്കെ, അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ, എന്തെങ്കിലും ഒപ്പിച്ചിട്ടല്ലല്ലോ നീ ഇങ്ങോട്ട് വന്നത്, കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഹി വിൽ ആസ്ക് സഡൻലി, അദ്ദേഹം അതായിരിക്കും ആദ്യം ചോദിക്കുക. നോ ഫാദർ, ഓൾ ഇസ് വെൽ. അപ്പൊ ഞാൻ പറയും, ഇല്ല അച്ഛാ കുഴപ്പമൊന്നുമില്ല. ഐ വിൽ റിപ്ലൈ, but then just as I am about to break my news to him, I will decide to keep it back just a while longer and try indirect approach. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നത് എന്തിനാ, എനിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയെന്ന് പറയാൻ. പക്ഷേ അച്ഛൻ്റെ അടുത്ത് എത്തുമ്പോൾ ഞാൻ അച്ഛനൊന്ന് കളിപ്പിക്കും. ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയില്ല, പകരം ഞാനൊരു ഇൻഡയറക്റ്റ് അപ്രോച്ച് ഉപയോഗിച്ചാണ് ഈ കാര്യം പറയാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ്. ഉണ്ടോ, തിരിച്ചു പറയാം. നേരെ ചെന്നിട്ട് അച്ഛൻ എനിക്ക് നൊബേൽ പ്രൈസ് കിട്ടി എന്ന് പറയാതെ എന്തൊക്കെയോ ഇങ്ങനെ കളിപ്പിച്ചിട്ടാണ് അച്ഛനെ പറയുന്നത്. ഐ ഹാവ് ടു കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ്. ഞാൻ എന്തിനാ വന്നത്, അച്ഛനോടൊരു ഉപദേശം ചോദിക്കാൻ വന്നതാണ്. ഫാദർ അങ്ങനല്ല കേട്ടോ, ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ് ഫാദർ. ഞാൻ അച്ഛനോട് ഒരു ഉപദേശം ചോദിക്കാൻ വന്നതാണ്. ഐ വിൽ സേ, ഞാൻ അങ്ങനെ പറയും. ഫോർ ഐ ആം വെരി ഹെവിലി ഇൻ ഡെറ്റ്. ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അച്ഛാ, അല്ലേ? അപ്പോൾ കടവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ അഡ്വൈസിന്, എന്തോ ഉപദേശത്തിനാണ് അച്ഛൻ്റെ അടുത്ത് വന്നതെന്നാണ് ഞാൻ ആദ്യം അച്ഛനോട് പറയാം. I am afraid you will not get much help from me in this matter, father will reply. ഇത് പറഞ്ഞ അച്ഛൻ ആദ്യം എന്താ പറയാ, അയ്യോ എൻ്റെ മോളെ, എൻ്റെ കയ്യിൽ നിനക്ക് പൈസ ഒന്നും ഇല്ലല്ലോ തരാൻ, അല്ലേ? അച്ഛൻ ആദ്യം പറയൽ അതാണ്. I am afraid you will not get much help from me in this matter. ഈ കാര്യത്തിൽ, കടത്തിന്റെ കാര്യത്തിൽ എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാണ്. One may well say of this place that it has everything except money. നിനക്കറിയാലോ, സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എല്ലാം ഉണ്ടാവും, പക്ഷെ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം പൈസയുടെ കടക്കെ ആണെങ്കിൽ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അച്ഛൻ പറയണേ. അപ്പോഴോ നമ്മുടെ കഥാകാരി പറയാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് മണി ദാറ്റ് ഐ വോ. പക്ഷെ ഞാൻ ഐ ഓ എന്ന് പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് കേട്ടോ. പക്ഷേ പൈസയുടെ കാര്യത്തിൽ അല്ല അച്ഛാ ഞാൻ കടപ്പെട്ടിരിക്കുന്നേ. Do you remember how you used to play the piano and sing Bellman's song to us children, and how you would let us read Tegner and Rundberg and Anderson? അപ്പൊ എന്താ പറയണത്, പൈസയുടെ കാര്യത്തിൽ അല്ല അച്ഛൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. അച്ഛന് ഓർമ്മയുണ്ടോ, അച്ഛൻ ഞങ്ങൾക്ക് പിയാനോ വായിച്ചു തന്നത് ഓർമ്മയുണ്ടോ, അച്ഛൻ ഞങ്ങൾക്ക് ബെൽമാന്റെ പാട്ടുകൾ പാടി തന്നത് ഓർമ്മയുണ്ടോ, അച്ഛൻ ഞങ്ങൾക്ക് ടെഗ്നറിന്റെയും റൂൺബാഗിന്റെയും ആൻഡേഴ്സന്റെ ഒക്കെ കഥ വായിക്കാൻ സമ്മതിച്ചത് ഓർമ്മയുണ്ടോ, അവരുടെയൊക്കെ കഥകൾ പറഞ്ഞു തന്നത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. It was then that I first fell into debt. ആ സമയത്താണ് അച്ഛാ ഞാൻ ആദ്യമായിട്ട് കടപ്പെട്ടത്. അപ്പൊ അച്ഛൻ ഞങ്ങൾക്ക് പാട്ട് പാടി തന്നതിന്, അച്ഛൻ ഞങ്ങൾക്ക് കുറെ കഥകൾ കേൾപ്പിച്ചു തന്നതിന്, ഇതിനൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കടപ്പെട്ടത് എന്ന് പറയാണ്. Father, how shall I ever repay them for teaching me to love fairy tales and sagas of heroes? അച്ഛനോട് ചോദിക്കാം, അച്ഛനാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഫെയറി ടേൽസ് എന്ന് പറഞ്ഞാൽ നല്ല മാജിക്കൽ ഇമാജിനറി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, ഇങ്ങനത്തെ ആൾക്കാരെ കുറിച്ചുള്ള സ്റ്റോറീസ് ആണ് ഫെയറി ടേൽസ്. സാഗാസ് ഓഫ് ഹീറോസ് എന്ന് പറഞ്ഞാൽ സാഹസികരായ ആൾക്കാരുടെ കഥകൾ. അപ്പൊ അച്ഛനാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു തന്നത്. അപ്പൊ ഈ കഥകളോടൊക്കെ ഇഷ്ടം തോന്നിച്ച അച്ഛനോട് ഉള്ള ആ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എങ്ങനെ തിരിച്ചു നൽകും, അല്ല അച്ഛനോട് ഈ കടമൊക്കെ ഞാൻ എങ്ങനെ വീട്ടും, ഈ ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു തന്ന അച്ഛനോടുള്ള കടം ഞാൻ എങ്ങനെ വീട്ടും എന്നാണ് ചോദിക്കണേ. ഓക്കെ, ഫാദർ വിൽ സ്ട്രെയിറ്റൻ അപ്പ്.
അച്ഛന് സമാധാനമായി, പൈസ ഇല്ലല്ലോ. Father will straighten up in his rocking chair and the look of wonder will come into his eyes. അപ്പൊ അച്ഛൻ്റെ കണ്ണിൽ ഒരു അത്ഭുതം വരും. മോൾ ഇതിനൊക്കെയാണോ കടപ്പെട്ടിരിക്കുന്നത്? I am glad that I got you into this debt, he will say. അപ്പൊ അച്ഛൻ പറയാണ്, എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ നിന്നെ ഇങ്ങനത്തെ ഒരു കടത്തിലാണല്ലോ എത്തിച്ചത്, അല്ലാണ്ട് പൈസയുടെ കടമൊന്നും അല്ലല്ലോ, ഇതിനൊക്കെ അല്ലേ നീ കടപ്പെട്ടിരിക്കുന്നത്, അത് കുഴപ്പമൊന്നുമില്ല, അതിലെനിക്ക് സന്തോഷമുണ്ടെന്ന് അച്ഛൻ പറയും. യെസ്, യു മേ ബി റൈറ്റ്, അച്ഛൻ പറഞ്ഞത് ശരിയായിരിക്കാം. യു മേ ബി റൈറ്റ് ഫാദർ, ബട്ട് ദെൻ റിമെമ്പർ ദാറ്റ് നോട്ട് ഓൾ ഓഫ് ഇറ്റ്. അപ്പൊ അച്ഛാ, ഇത് മാത്രമല്ല ഉള്ളത്, ഇനിയുണ്ട് എന്ന് പറയണം. Think of those poor homeless vagabonds. Vagabonds എന്ന് പറഞ്ഞാൽ നാടോടികളാണ്. മീൻസ് കറക്റ്റ് വീടൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് വാഗാബോൺസ്. അപ്പൊ അച്ഛൻ ആരെ കുറിച്ച് ആലോചിക്കണം? വാഗാബോൺസിനെ കുറിച്ച് ആലോചിക്കണം. Who used to travel up and down. പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന വാഗാബോൺസിനെ കുറിച്ച് ആലോചിക്കണം. Playing the fool and singing all those songs. അല്ലേ, എന്താണ്, പൊട്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ കളിച്ച് തമാശകളൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി നടക്കുന്ന വാഗാബോൺസിനെ കുറിച്ച് ആലോചിക്കണം. What do I note out to them, to their mischief and mad pranks. അല്ലേ, ഞാൻ അവരോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു. അവരെന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്, അവരെന്നെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്, പല പല പാട്ടുകൾ പാടി തന്നിട്ടുണ്ട്, പല ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ അവരോട് ഞാൻ എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു. പിന്നെയോ, ആൻഡ് ദ ഓൾഡ് മെൻ ആൻഡ് വിമൻ. അല്ലേ, നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു ഗ്രേ കോട്ടേജ്, ഒരു പുരാതനമായ വീട്ടിൽ താമസിക്കുന്ന ഒരു അച്ഛനെയും അമ്മമ്മേനെയും ഓർമ്മയുണ്ടോ? ഓൾഡ് മെൻ ആൻഡ് വിമൻ സിറ്റിംഗ് ദേ സ്മോൾ ഗ്രേ കോട്ടേജ്. അവരുടെ ഒരു കുഞ്ഞു വീട്ടിൽ അവർ ഇരിക്കുമായിരുന്നു. എന്നിട്ടോ, telling me wonderful stories of water sprites, trolls and enchanted maidens. Water sprites എന്ന് പറഞ്ഞാൽ ഈ പണ്ടത്തെ യൂറോപ്യൻ കൾച്ചറിലൊക്കെ നമ്മുടെ ഇവിടെ എന്ത് കഥകളാ, നമ്മൾ യക്ഷിക്കഥകൾ കേൾക്കാറില്ലേ? പ്രേതം അതിലൂടെ വന്ന് പിടിച്ചു, അങ്ങനത്തെ കുറെ കഥകളൊക്കെ അല്ലേ നമുക്ക് നമ്മുടെ അമ്മമ്മമാരൊക്കെ പറഞ്ഞുതരാം, പ്രേതകഥകൾ. പക്ഷെ യൂറോപ്യൻ കൾച്ചറിൽ ഇങ്ങനെ വാട്ടർ സ്പിരിറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ജലഭൂതം എന്ന് പറയാം, ജലാത്മാവ് എന്ന് പറയാം. വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ പൊന്തി വരൂ. അവർ ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ മോശമായിരിക്കാം. വെള്ളത്തിലൂടെ നടക്കുമ്പോൾ ഒരാൾ അടിയിൽ കൂടെ കാല് കഴിച്ച് അയാളെ കൊല്ലുന്നു. അങ്ങനത്തെ ആൾക്കാരാണ് വാട്ടർ സ്പിരിറ്റ്സ്. അത് നല്ല രീതിയിലും പറയാറുണ്ട്, മോശം രീതിയിലും പറയാറുണ്ട്. ട്രോൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭീകരമായ രൂപമുള്ള ആൾക്കാരാണ്. ഒന്നെങ്കിൽ ഭയങ്കര സൈസ് കൂടിയത്, അല്ലെങ്കിൽ സൈസ് ഭയങ്കര കുറഞ്ഞ ആൾക്കാരാണ് ട്രോൾസ്. പിന്നെ എൻചാൻറ്റഡ് മെയ്ഡൻസ് എന്ന് പറഞ്ഞാൽ അതിസുന്ദരികളായ യുവതികൾ. അവർ ചിലപ്പോൾ പ്രേതങ്ങളാവാം, ചിലപ്പോൾ നല്ല ആൾക്കാരാവാം. അപ്പൊ ഇവരുടെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തന്നാൽ ആ അച്ഛനെയും അമ്മാമ്മേനെയൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. Okay, and the old men and women sitting in their small grey cottage telling me wonderful stories of water sprites, trolls, enchanted maidens. അവരെ കുറിച്ചൊക്കെ കഥ പറഞ്ഞു തന്ന ആൾക്കാരുണ്ട്. It was they who taught me that there is poetry in hard rocks. അവരാണ് എന്നെ പഠിപ്പിച്ചത്. വലിയ വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിലും നമുക്ക് കവിത കണ്ടെത്താൻ പറ്റും, സാഹിത്യമുണ്ട്. പിന്നെയോ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ, നമ്മുടെ ഹാർഡ് റോക്സിലും ബ്ലാക്ക് ഫോറസ്റ്റിലും പോയട്രി എന്താ പറയുക, നമ്മുടെ കവിതകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവരാണ് എന്നെ പഠിപ്പിച്ചത്. പിന്നെയോ, ആൻഡ് ഐ എം ഇൻ ഡെപ്റ്റ് നോട്ട് ഓൺലി ടു പീപ്പിൾ. ഇങ്ങനത്തെ ആൾക്കാരോട് മാത്രമല്ല ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ ആരോടൊക്കെയാണ്? ദ ഹോൾ നേച്ചർ, ഈ പ്രകൃതിയോട് മൊത്തം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ദ ആനിമൽസ് ദാറ്റ് വോക്ക് ദ എർത്ത്, അല്ലേ, നമ്മുടെ ഭൂമിയുടെ മുകളിൽ കൂടി നടക്കുന്ന ജന്തുജാലങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ദ ബേർഡ്സ് ഇൻ ദ സ്കൈ, ആകാശത്തുള്ള പറവകളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ് ദേ ഹാവ് ഓൾ ടോൾഡ് മീ സം ഓഫ് ദെയർ സീക്രറ്റ്. അല്ലേ, മരങ്ങളോട്, പൂക്കളോട്, എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ അവരുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സീക്രറ്റ്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ക്ലിയർ ആണോ മക്കളെ? ഇത് ക്ലിയർ ആണോ? നമുക്ക് 11ാമത്തെ പാരഗ്രാഫിലേക്ക് പോയാലോ? ഓക്കെ, then father will be as carefree and relaxed as he used to be. അപ്പൊ അച്ഛനൊക്കെ ഇതിങ്ങനെ കേട്ടിരിക്കും, എപ്പോഴും ഇരിക്കുന്നത് പോലെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് അച്ഛൻ ഇങ്ങനെ കേട്ടിരിക്കും. നെവർ ഫിയർ ചൈൽഡ്, നീ പേടിക്കേണ്ട മോളെ. അല്ലേ, നമുക്ക് എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ ആരുടെ അടുത്താ പോവാ? നമ്മുടെ പാരൻസിൻ്റെ അടുത്ത്. അപ്പൊ നമ്മുടെ പാരൻസ് എന്താ പറയാ? പേടിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം, നമുക്കെല്ലാം സെറ്റാക്കാം. അല്ലേ, അപ്പൊ അതേപോലെ അച്ഛൻ എന്ത് പറയും? നെവർ ഫിയർ മൈ ചൈൽഡ്, നീ പേടിക്കണ്ട. there is a remedy for your trouble, നിന്റെ ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരമുണ്ട്. അപ്പൊ മോൾ എന്താ പറയുന്നത്? ഐ ഡോണ്ട് തിങ്ക് ഫാദർ, എനിക്ക് തോന്നുന്നില്ല ദാറ്റ് യു റിയലി അണ്ടർസ്റ്റാൻഡ് ഹൗ ഹാർഡ് ഇറ്റ് ഫോർ മീ. അച്ഛൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ പ്രശ്നം എനിക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് അച്ഛൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം ഓൾസോ ഇൻ ഡെപ്റ്റ് ടു മൈ റീഡേഴ്സ്, എൻ്റെ കടം ഇതുവരെ തീർന്നില്ല അച്ഛാ, ഞാൻ എൻ്റെ വായനക്കാരോട് കടപ്പെട്ടിരിക്കുന്നു.
ഒന്ന് ആലോചിച്ച് നോക്കിയേ, വാട്ട് വുഡ് ഹാവ് ബിക്കം ഓഫ് മീ ഇഫ് നോ വൺ ഹാഡ് വാണ്ടഡ് ടു റീഡ് മൈ ബുക്സ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ ബുക്ക് ആർക്കും വായിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവുമായിരുന്നോ? അപ്പം ഞാൻ എൻ്റെ വായനക്കാരോട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെയോ, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഓൾ ദോസ് ഹു ഹാവ് റിട്ടൺ ഓഫ് മീ. എന്നെക്കുറിച്ച് എഴുതിയ കുറേ ആൾക്കാരുണ്ട്, അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. തിങ്ക് ഓഫ് ഓൾ ദോസ് ഫോറിൻ ലാൻഡ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ മീ. എനിക്ക് വേണ്ടി അധ്വാനിച്ച വിദേശ സ്ഥലങ്ങളോട്, കുറേ സ്ഥലങ്ങളിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. I owe them gratitude. അവരോടൊക്കെ ഞാൻ നന്ദിയോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? കടപ്പെട്ടിരിക്കുന്നു. ബോത്ത് ഫോർ ദിയർ പ്രൈസ് ആൻഡ് ഫോർ ദിയർ സെൻഷ്യൂർ. എന്ന് വെച്ചാൽ എന്നെ പുകഴ്ത്തിയതിനും സെൻഷ്യൂർ എന്ന് പറഞ്ഞാൽ അതിതീവ്രമായിട്ട് വിമർശിച്ചതിനും. അല്ലെ, വിമർശനങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിലാവാം. അപ്പൊ എന്നെ പുകഴ്ത്തിയതിനും എന്നെ വിമർശിച്ചതിനും ഒക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. യെസ് ഫാദർ വിൽ സേ, ശരിയാണ്, നീ പറഞ്ഞ ശരിയാണ്. ആൻഡ് ഐ ഷാൽ സീ ഹിം ലുക്ക് എ ലിറ്റിൽ ലെസ് കാം. അപ്പൊ തുടങ്ങുമ്പോ അച്ഛൻ എന്തായിരുന്നു? പറഞ്ഞോ കെയർ ഫ്രീ ആൻഡ് റിലാക്സ്ഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴോ ലിറ്റിൽ ലെസ് കാം. ആ ഒരു റിലാക്സേഷൻ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. മോക്ക് ഇത്രയും കടങ്ങളുണ്ടല്ലോ, ഇനി ഞാൻ എങ്ങനെ വീട്ടും എന്നാലോചിച്ച് അച്ഛൻ്റെ എന്തായിട്ടുണ്ട്? റിലാക്സേഷൻ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി റിമെമ്പർ ഓൾ ഹു ഹാവ് ഹെൽപ് മീ. അച്ഛൻ ആലോചിക്കുക, എന്നെ സഹായിച്ച എത്ര ആൾക്കാരുണ്ട്. ഐ ഷാൽ സേ തിങ്ക് ഓഫ് മൈ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്. എൻ്റെ ഏറ്റവും വിശ്വസ്തയായ ഫ്രണ്ടിനെ കുറിച്ച് ആലോചിക്കണ്ടേ? SLD who tried to open doors for me when no one dared to believe in me. അല്ലേ, ഞാൻ ആദ്യം എഴുത്ത് തുടങ്ങിയ സമയത്ത് എന്നെ ആരും വിശ്വസിച്ചിരുന്നില്ല. അപ്പം എന്നെ വിശ്വസിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് SLD. അവളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇനി all the love that has come to me. എന്നിലേക്ക് വന്ന എല്ലാ സ്നേഹങ്ങളും. Then the honors and distinctions. Honor എന്ന് പറഞ്ഞാൽ ബഹുമതി, ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ നേട്ടം. അത് ഏത് ഫീൽഡിലായിക്കോട്ടെ, മറ്റാർക്കും കൈവരിക്കാൻ പറ്റാത്ത നേട്ടങ്ങളൊക്കെയാണ് ഡിസ്റ്റിങ്ഷൻസ്. അപ്പം എന്നിലേക്ക് വന്ന എല്ലാ സ്നേഹവും, എന്നിലേക്ക് വന്ന എല്ലാ ബഹുമതികളും, എല്ലാ ഡിസ്റ്റിങ്ഷൻസും, അതിനോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. Do you not understand now that I have come to you to ask how such debt can be paid? ഞാൻ അപ്പം മനസ്സിലായോ അച്ഛൻ്റെ അടുത്ത് ഞാൻ വന്നത് എന്തിനാ? ഇത്രയും വലിയ കടങ്ങള് ഞാൻ എങ്ങനെ വീട്ടും, അതൊക്കെ ഞാൻ എങ്ങനെ കൊടുത്തു തീർക്കും, ഇത് ചോദിക്കാനാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നത് എന്ന് പറയാം. ഇതെൻ്റെ കുട്ടിക്ക് ക്ലിയർ ആണോ? നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോയാലോ? ഇത് ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ചാറ്റിൽ എല്ലാവരും കുറേ ഫയർ ഇമോജീസ് ഇടാവോ? പ്ലസ് ചോക്ലേറ്റ്. അതോടുകൂടി ഇനി ഒരു 3 പാരഗ്രാഫും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. യെസ്, ഓക്കെ. ഇനി നമ്മുടെ 13ാമത്തെ പാരഗ്രാഫ്. Father has lowered his head and does not look so hopeful anymore. അപ്പം നേരത്തെ റിലാക്സ്ഡ് ആയിട്ട് മോളെ നീ വിഷമിക്കണ്ട, നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അച്ഛൻ ഇപ്പം ഇങ്ങനെ തലയും താഴ്ത്തി ഇരിക്കുകയാണ്. എന്താണ്? അച്ഛനിപ്പോൾ ഒരു പ്രതീക്ഷയില്ല. എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് അച്ഛന് തോന്നുന്നില്ല. എന്താ പറയുന്നത്? ഫാദർ ഹാസ് ലോവേർഡ് ഹിസ് ഹെഡ്, തല താഴ്ത്തി. ഡസ് നോട്ട് ലുക്ക് സോ ഹോപ്പ്ഫുൾ, ഒരു പ്രതീക്ഷയും അച്ഛൻ്റെ മുഖത്ത് കാണുന്നില്ല. ഐ എഗ്രി ഡോട്ടർ, ഞാൻ നിന്നോട് സമ്മതിച്ചു. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഫൈൻഡ് ഹെൽപ്പ് ഫോർ യു. നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ നിന്നോട് യോജിക്കുന്നു. ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ദർ ഈസ് നത്തിങ് മോർ യു ഓഫ് എനി വൺ. അല്ലേ, നിനക്ക് ഉറപ്പല്ലേ? നിനക്ക് വേറെ കടമൊന്നുമില്ലല്ലോ, ഈ പറഞ്ഞ ആൾക്കാർ തന്നെയല്ലേ ഉള്ളൂ. അതാ ചോദിക്കണേ, ദർ ഈസ് നത്തിങ് മോർ യു എനി വൺ. ഇനി വേറെ ആരും ഇല്ലല്ലോ. അപ്പോഴെന്താ പറയണേ? യെസ് ഫാദർ, ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൾട്ട് ഇനഫ് ടു ബിയർ ഓൾ ദാറ്റ് ഐ ഓവ്ഡ് ബിഫോർ. അപ്പം ഇത്രയുള്ള കടങ്ങൾ തന്നെ ഞാൻ ബുദ്ധിമുട്ടിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് മൈ ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ് ഹാസ് നോട്ട് യെറ്റ് കം. പക്ഷേ അതിനേക്കാൾ വലിയൊരു കടമുണ്ട്, അതിപ്പോഴും തീർന്നിട്ടില്ല. ദാറ്റ് ഈസ് വൈ ഐ ഹാവ് ടു കം ടു യു ഫോർ അഡ്വൈസ്. അപ്പം ഞാൻ ശരിക്കും വന്നത് ഇതിനേക്കാൾ വലിയൊരു കടമുണ്ട്, അതിനെക്കുറിച്ച് അഡ്വൈസ് ചോദിക്കാനാണ്. ഓക്കെ, ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യു കുഡ് ഓ സ്റ്റിൽ മോർ. അപ്പം അച്ഛൻ പറയാം, എൻ്റെ മോളെ എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എല്ലാവരോടും കടപ്പെട്ടു, എല്ലാവരെയും പറഞ്ഞു, ഇതിനും വലിയ കടം നിനക്കിനി എന്താ ഉള്ളത്? എനിക്ക് മനസ്സിലാവണില്ല. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യു കുഡ് ഓ സ്റ്റിൽ മോർ. ഇനിയും കടം ഉണ്ടെന്ന് എങ്ങനെയാ നീ പറയാ? ഏറ്റവും വലുതെല്ലാം നീ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പ്രശ്നം? ഫാദർ വിൽ സേ, ഓ യെസ് ഐ വിൽ റിപ്ലൈ. എൻ്റെ അച്ഛാ ഇനിയും ഉണ്ട്. ആൻഡ് ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. അപ്പോഴാണ് ഞാൻ അച്ഛനോട് പറയാ എൻ്റെ നൊബേൽ പ്രൈസിനെ കുറിച്ച്. അപ്പം ഇത്രയും ചുറ്റി വളഞ്ഞ് പറയാണ്, ഇപ്പോഴാണ് എനിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയ കാര്യം, അതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ഛനോട് പറയാൻ വേണ്ടി ഓടി വന്ന കാര്യം ഞാൻ അച്ഛനോട് പറയും.
അപ്പോഴോ ഐ ജസ്റ്റ് കനോട്ട് ബിലീവ് ദി അക്കാഡമി അല്ലേ. ഈ അക്കാഡമി എന്ന് പറഞ്ഞാൽ സ്വediഷ് അക്കാഡമി ആണ് കേട്ടോ. സ്വediഷ് അക്കാഡമി ആണ് നൊബേൽ പ്രൈസ് കൊടുക്കുക. അപ്പൊ അച്ഛൻ പറയാ വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിനക്ക് ഈ അവാർഡ് കിട്ടിയോ? ഫാദർ വിൽ സേ ബട്ട് ലുക്കിംഗ് അറ്റ് മീ ആൻഡ് സീയിങ് മൈ ഫേസ്. അപ്പൊ അച്ഛനിങ്ങനെ അത്ഭുതത്തോടെ നിനക്ക് നൊബേൽ പ്രൈസോ? അച്ഛനിങ്ങനെ സന്തോഷത്തോടു കൂടി എന്നെ നോക്കുമ്പോൾ അച്ഛന് മനസ്സിലാവും എൻ്റെ മുഖം കണ്ടാൽ ഞാൻ വെറുതെ തമാശ പറയുന്നതല്ല. ഹി വിൽ നോ ഇറ്റ്സ് ഓൾ ട്രൂ. എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും ഞാൻ പറയുന്നത് സത്യമാണ്. ആൻഡ് ദെൻ എവറി wrinkle in his face will tremble and tears will come into his eyes. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖം, അദ്ദേഹം വയസ്സായല്ലേ, അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്തിൽ ഓരോ ചുളിവുകൾ ഇങ്ങനെ ട്രെമ്പിൾ ചെയ്യാൻ തുടങ്ങും, ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും സന്തോഷം കൊണ്ട്. പിന്നെ കണ്ണിൽ ഇങ്ങനെ കുടുകുടാ കണ്ണുനീരൊക്കെ വരും. ഓക്കെ, think father, it is not only honor and money they are bestowing on me. bestowing എന്ന് പറഞ്ഞാൽ അവാർഡ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പറയാ ഈ സ്വediഷ് അക്കാഡമി എനിക്ക് തരുന്നത് വെറും പൈസയും ബഹുമതിയും മാത്രമല്ല, പിന്നെന്താ, they have shown that they have trust enough in me to single me out before the whole world. അവരെനിക്ക് വെറും പൈസയും ബഹുമതി മാത്രമല്ല അച്ഛാ തരുന്നത്, അവർ എന്നിൽ വിശ്വസിച്ചു. ലോകത്ത് ഇത്രയും ആൾക്കാരുണ്ടായിട്ടും അവർ എന്നെ സെലക്ട് ചെയ്തു അല്ലേ. ഹൗ ഷാൽ ഐ റീപേ ദിസ് ഡെപ്റ്റ്? ഈ കടം ഞാൻ എങ്ങനെ വീട്ടും? ലോകത്ത് ഇത്രയും എഴുത്തുകാരുണ്ടായിട്ടും അവർ എന്നെയല്ലേ ചൂസ് ചെയ്തത്, അവർ എന്നെയല്ലേ വിശ്വസിച്ചത്, അപ്പൊ ഈ കടം ഞാൻ എങ്ങനെയാണ് അച്ഛാ വീട്ടുക എന്ന് പറയാണ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് father will sit and still no words will come as he thinks. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇരിക്കും, പക്ഷെ അച്ഛൻ ഒരു വാക്കുകളും കിട്ടില്ല. then drying tears of joy from his eyes. drying എന്ന് പറഞ്ഞാൽ കണ്ണുനീരൊക്കെ തുടയ്ക്കുക എന്നാണ് ഉദ്ദേശം, അല്ലാണ്ട് ഉണക്കുക എന്നല്ല കേട്ടോ. he will bang down his fist on the arm of the rocking chair and say. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? ഇങ്ങനെ ഇരുന്ന് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ ഒരു അടി അടിക്കും അദ്ദേഹത്തിന്റെ ടേബിളിൽ. അതാണ് ഇവിടെ പറയണേ, drying tears of joy from his eyes, he will bang down, ഇങ്ങനെ അടിക്കും, his fist on the arm of the rocking chair. rocking chairൽ ഇങ്ങനെ അടിച്ചിട്ട് അദ്ദേഹം പറയും, I will not rack my brains about problems that no one in heaven or on earth can solve. ഞാൻ എൻ്റെ തല പുകയ്ക്കാൻ റെഡിയല്ല. റാക്ക് മൈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തല പുകയ്ക്കുക, ഇങ്ങനെ ചിന്തിച്ച് തല പുകയ്ക്കുക. ഈ ഭൂമിയിലുള്ള ആൾക്കാർക്കോ സ്വർഗത്തിലുള്ള ആൾക്കാർക്കോ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത നിന്റെ ഈ പ്രോബ്ലം ചിന്തിച്ച് ഞാൻ എൻ്റെ തല പുകയ്ക്കാൻ റെഡിയല്ല എന്നാണ് പറയുന്നത്. സമ്മറി ഇല്ല കേട്ടോ. ഇന്ന് മിസ് ഈ ചാപ്റ്ററിന്റെ വൺ ഷോട്ട് ആണ് നമ്മുടെ ലൈവ്. അപ്പോൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആണ് എടുക്കുക, മിസ് സമ്മറി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, യെസ് മിസ് കണ്ടു. സമ്മറി ഇതിനകത്ത് മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ ചാപ്റ്ററിന്റെ വൺ ഷോട്ട് പറഞ്ഞുകൊണ്ട് ചാപ്റ്റർ ത്രൂ ഔട്ട് പറയാണ് ചെയ്യണേ കേട്ടോ. ഓക്കെ, യെസ്. ഇനി അപ്പൊ ഇത് എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? അച്ഛൻ എന്താ പറയണേ? ഭൂമിയിലുള്ള ആൾക്കാർക്കോ സ്വർഗത്തിലുള്ള ആൾക്കാർക്കോ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത നിന്റെ ഈ സൊല്യൂഷൻ ആലോചിച്ച്, നിന്റെ ഈ പ്രശ്നം ആലോചിച്ച് തല പുകയ്ക്കാൻ എനിക്ക് വയ്യ. I am too happy. ഞാൻ ഭയങ്കര സന്തോഷത്തിലാ that you have been given me the Nobel Prize to worry about nothing. അല്ലേ, എന്താണ്, നിനക്ക് നൊബേൽ പ്രൈസ് കിട്ടി, ഇനി എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്കിനി ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട, ഇനി എനിക്ക് ഒരു വിഷമവും ഇല്ല എന്ന് അച്ഛൻ പറയാണ്. ഓക്കെ, യെസ്, ഡൺ. ഇനി അപ്പം അതോടുകൂടി അച്ഛൻ പറഞ്ഞു എനിക്കിനി ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ വയ്യ മോളെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. യുവർ മാജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസസ്. യുവർ മാജസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ രാജാവിനെയും രാജ്ഞിനെയും ഒക്കെ റെസ്പെക്റ്റോട് കൂടിയിട്ട് വിളിക്കുന്നതാണ് മാജസ്റ്റി. യുവർ റോയൽ ഹൈനസ് എന്ന് പറഞ്ഞാൽ രാജകുമാരനും രാജകുമാരിയും പിന്നെ ആ രാജകുടുംബത്തിലെ മറ്റ് മെമ്പേഴ്സ് ഇല്ലേ, അവരെയാണ് നമ്മൾ റെസ്പെക്റ്റോട് കൂടി കൊടുക്കുന്ന ടൈറ്റിലാണ് യുവർ റോയൽ ഹൈനസ്. ഓക്കെ, അപ്പോൾ സ്പീച്ചിലേക്ക് അവസാനം എത്തി. യുവർ മാജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ അല്ലേ, അവസാനമാണ് സ്പീച്ചാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഹാവിംഗ് റിസീവ്ഡ് നോ ബെറ്റർ ആൻസർ ദാൻ ദിസ് ടു ഓൾ മൈ ക്വസ്റ്റ്യൻസ് അല്ലേ, ഇതിനേക്കാൾ വലിയൊരു ആൻസർ എനിക്കിനി കിട്ടാനില്ല, എനിക്കിതുവരെ അതൊരു നല്ല ആൻസർ കിട്ടാനില്ല. It only remains to me to ask you to join me in the toast which I have the honor to propose to the Swedish Academy. അപ്പോൾ എനിക്കിനി എന്തില്ല, എനിക്കിതിലൊരു ഉത്തരമില്ല. ഞാൻ എങ്ങനെ ഈ കടങ്ങൾ വീട്ടും എന്നുള്ളതിൽ എനിക്ക് ഉത്തരമില്ല. എനിക്കിപ്പോൾ ചെയ്യാൻ ആകെ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഈ ഒരു സന്തോഷത്തിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ആ സ്വediഷ് അക്കാഡമി എന്നെ ചൂസ് ചെയ്യുന്നതിൽ ഞാൻ അവരെ റെസ്പെക്റ്റോട് കൂടി ആലോചിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ആഘോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരണം. നിങ്ങൾ ടോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കുന്നതിനാണ് ടോസ്റ്റ് എന്ന് പറയാം. അപ്പം യൂറോപ്യൻ കൾച്ചറിലൊക്കെ ഇങ്ങനെ പാർട്ടിയൊക്കെ നടക്കുമ്പോൾ അവരുടെ ആ ഒരു ഗ്ലാസ് ഓഫ് ഡ്രിങ്ക് വെച്ച് അവരിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി കാണിക്കും, അതാണ് ടോസ്റ്റ്. ഓക്കെ, അപ്പം എന്താ പറയണേ, ഹാവിങ് യെസ് ദാ ഇറ്റ് ഓൺലി റിമെയിൻസ് ടു മീ, എനിക്കിപ്പോൾ എന്ത് മാത്രമേ നിങ്ങളോട് ചോദിക്കാനുള്ളൂ, ടു ജോയിൻ മീ ഇൻ ദ ടോസ്റ്റ്
which I have the honor to propose to the Swedish Academy. അപ്പോൾ സ്വെഡിഷ് അക്കാഡമിനെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ഞാനിപ്പോൾ അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ആഘോഷത്തിൽ എന്നെ ഇതിൽ ചൂസ് ചെയ്തതിൽ ഈ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരണം എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. നിങ്ങൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് പറയണം. ഇത് ക്ലിയർ ആണോ മക്കളെ? യെസ്, ഇത് ക്ലിയർ ആണോ? അപ്പം അതോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇതെൻ്റെ കുട്ടികൾക്ക് സെറ്റാണോ? മിസ് കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാറ്റിൻ്റെയും മീനിങ് വെച്ചിട്ടുണ്ട്. ഈ ചാപ്റ്റർ എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയോ? യെസ്. ആക്ച്വലി ഇതൊരു സ്പീച്ചാണ്. അവർ സ്വെഡിഷ് അക്കാഡമിയിൽ അവർക്ക് നൊബേൽ പ്രൈസ് റിസീവ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞതാണ്. അവർ ചിന്തിക്കുകയാണ്, എൻ്റെ അച്ഛനെ ഞാൻ കാണാൻ പോകും, ഞാൻ അച്ഛനോട് ഇതൊക്കെ ചോദിക്കും, എനിക്ക് കുറേ ആൾക്കാരോട്, അല്ലെ നമ്മളൊരു നന്ദി പ്രസംഗം പറയില്ലേ, എനിക്ക് അവരോട് നന്ദി പറയാനുണ്ട്, ഇവരോട് നന്ദി പറയാനുണ്ട്, അതൊക്കെ അവർ ചിന്തിക്കുന്ന രീതിയിൽ അച്ഛനുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞ സ്പീച്ചാണ്. യെസ്, ഓക്കെ. അപ്പം നമ്മളത് എത്ര സമയം കൊണ്ട് നിർത്തി? 40 minutes കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്ക് 7:30 ലൈവ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ, കഴിഞ്ഞിരിക്കുന്നു. ഇതെൻ്റെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, മനസ്സിലായോ, ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 7:30 ലൈവ് ഉള്ളതുകൊണ്ട് മിസ്സിനി കൂടുതലൊന്നും പറയുന്നില്ല. ടാറ്റ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനിയും ചാപ്റ്റേഴ്സ് ഉണ്ട്, അതൊക്കെ ആയിട്ട് നമുക്ക് ലൈവിൽ കാണാം. ഓക്കെ, ഡൺ. യെസ്, താങ്ക് യു. യെസ്, എൻ്റെ കുട്ടികളുടെ ചോക്ലേറ്റ്സിനും സ്നേഹത്തിനും ഒക്കെ താങ്ക് യു. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഒരു ചാപ്റ്ററിൽ കാണാം കേട്ടോ. ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ബാച്ചിലാണുള്ളത്, നമ്മുടെ ആപ്പിലാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടാവുക കേട്ടോ. ഇത് നമ്മുടെ ലൈവ് 1 ഷോട്ട് ലൈവ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇനി നമ്മുടെ എക്സാം ടൈം ആവുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്.